കേരളം കണ്ട സമാനതകളില്ലാത്ത വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സിപിഎം നടത്തിയ കള്ളപ്രചരണങ്ങൾ പൊളിയുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എംപിമാരും എംഎൽഎമാരും നൽകിയ ധനസഹായത്തിന്റെ കണക്കുകൾ പുറത്തുവന്നു എന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പ്രചരിച്ചിരുന്നു. യുഡിഎഫ് പ്രവർത്തകരിൽ പലരും പണം നൽകിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഇടത് സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചത്. ധനകാര്യ വകുപ്പ് കൈമാറിയ വിവരം ഫേസ്ബുക്ക് കണ്ടന്റ് ക്രിയേറ്റർ അജയ് ബാലചന്ദ്രനാണ് പങ്കുവച്ചത്. ഈ പോസ്റ്റിൽ സുൽത്താൻ ബത്തേരി എംഎൽഎ IC ബാലകൃഷ്ണന്റെ പേരുണ്ടായിരുന്നില്ല. ഇതോടെ സിപിഎമ്മുകാർ എംഎൽഎക്കെതിരെ കടുത്ത പ്രചരണവുമായി രംഗത്തെത്തി. സുൽത്താൻ ബത്തേരി എംഎൽഎ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയില്ലെന്ന വിധത്തിലായിരുന്നു സഖാക്കളുടെ നുണപ്രചരണം. ഈ നുണപ്രചരണം ശക്തമായപ്പോൾ പ്രതികരണവുമായി എംഎൽഎ രംഗത്ത് വന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതിന്റെ രസീത് പ്രസിദ്ധപ്പെടുത്തിയായിരുന്നു എംഎൽഎയുടെ മറുപടി. പ്രതികരണം ഇങ്ങനെയാണ്: നാട് നാളിതുവരെ കാണാത്ത ഭീകര ദുരന്തത്തെ നേരിട്ടപ്പോൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ് മലയാളികൾ. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്നാണ് പറയപ്പെടുന്നത്. പ്രചരിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ പ്രതിപക്ഷ എംഎൽഎ എന്ന നിലയിൽ തുക നൽകിയിട്ടില്ലെന്ന ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ തുകയുടെ സർക്കാർ നൽകിയ രസീത് പ്രസിദ്ധപ്പെടുത്തുകയാണ്. എംഎൽഎയുടെ മറുപടിയോടെ സിപിഎമ്മിന്റെ നുണപ്രചരണത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പലരും രംഗത്തു വന്നു. കമന്റുകളിൽ ഒന്ന് വ്യക്തമാക്കുന്നത് സിപിഎമ്മിന്റെ ഗൂഢലക്ഷ്യം തന്നെയാണ്. പ്രതികരണം ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ചില മതങ്ങളിൽപ്പെട്ടവർക്ക് രാജ്യസ്നേഹം തെളിയിക്കേണ്ട ഗതികേട് വരുത്തിയത് BJP-യാണ്. അതേ സാഹചര്യമാണ് CPM ഉണ്ടാക്കിയത്. കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയക്കാർക്ക് കേരളത്തിനോട് സ്നേഹമുണ്ടെന്ന് തെളിയിക്കേണ്ട ഗതികേട് വരുത്തിവെച്ചത് CPM-ഉം. മന്ത്രിയെ കയ്യേറ്റം ചെയ്തുവെന്ന നുണനാടകത്തിനു ശേഷം ഇറക്കിയ പുതിയ നുണനാടകമാണ് ചൂരൽമല ദുരന്തത്തിലേക്ക് ചില നേതാക്കൾ സംഭാവന ചെയ്തിട്ടില്ല എന്നത്. എന്തൊരു ഗതികേടാണ്! ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരാൾ സംഭാവന ചെയ്യുന്നത് അയാളുടെ കഴിവിനനുസരിച്ചാണ്. അതൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് CPM. എന്തൊരു ചീപ്പ് ഐറ്റമാണ് ഈ കമ്മ്യൂണിസം! ലോകം മുഴുവൻ ചവറ്റുകൊട്ടയിലിട്ട ഈ വേസ്റ്റ് കേരളത്തിൽ എത്ര കാലമായി നിലനിൽക്കുന്നു? ഈ ഇലക്ഷനിലെങ്കിലും ജനങ്ങൾ വേണ്ടത് ചെയ്യുമെന്ന് കരുതുന്നു. ഇത്തരത്തിൽ വൈറലാകുന്ന കമന്റുകളിൽ നിന്ന് സാധാരണ സമൂഹം CPM-നെ എങ്ങനെ വീക്ഷിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. വിവരാവകാശ രേഖ പ്രകാരം ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും അധികം സംഭാവന ചെയ്ത ജനപ്രതിനിധി KT ജലീലാണ്. അദ്ദേഹം 3 ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തത്. പ്രതിപക്ഷത്തിൽ നിന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, T സിദ്ദിഖ്, PC വിഷ്ണുനാഥ് തുടങ്ങിയവർ സഹായത്തുക കൈമാറിയതായി രേഖയിലുണ്ട്. PC വിഷ്ണുനാഥും താനും അടക്കം എല്ലാവരും പണം നൽകിയതാണെന്ന് VD സതീശൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അജയ് ചന്ദ്രൻ പുറത്തുവിട്ട ഈ വിവരങ്ങളിൽ കൃത്യമായ ഡാറ്റയില്ല. കൂടുതൽ വിശകലനവും വിഷയത്തിൽ നടന്നിട്ടില്ല. ആരൊക്കെ തുക കൊടുത്തിട്ടില്ല എന്നും പോസ്റ്റിൽ പരിശോധിക്കുന്നില്ല. പകരം IC ബാലകൃഷ്ണനെ മാത്രം വ്യക്തിഹത്യ ചെയ്യാനാണ് CPM അണികൾ ശ്രമിച്ചത്. എല്ലാ കള്ളത്തരവും MLA തെളിവ് നിരത്തി ബോധിപ്പിച്ചു കഴിഞ്ഞു. CPM-ന് UDF-ൽ നിന്നും സാധാരണ ജനങ്ങളിൽ നിന്നും കിട്ടിയ കനത്ത തിരിച്ചടിയാണിതെന്ന് ഉറപ്പിച്ചു പറയാം.